ഒരുപക്ഷെ ഈ ഭാവിയിൽ നമ്മുടെ മാറുന്ന കേരളത്തിൻ്റെ ചരിത്രം വീഴുന്ന ഒരാൾ ഇതിപ്പം ഈ നമ്മളിപ്പോൾ കോവിഡ് പോലെ മാരകമല്ലെങ്കിൽ പോലും ഈ സമൂഹത്തിൻ്റെ വേറൊരു തലത്തിലേക്ക് ഈ സമൂഹത്തെ പിടിച്ചെടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ അങ്ങ് പറഞ്ഞൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഈ മാരകമായ ഈ MDMA പോലുള്ള വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ഒരു മനോരോഗി പെരുമാറുന്ന പോലെയാണ് ഈ കുട്ടികൾ പെരുമാറുന്നത്. അവർക്ക് ആരെ അറിയില്ല, അച്ഛനും അമ്മയൊന്നും അറിയില്ല. അപ്പോൾ അവർക്ക് ടെക്നോളജി ആയിട്ടാണ് ബന്ധം, കമ്പ്യൂട്ടറും അതിൽ സ്മാർട്ട് ഫോണും കോവിഡിൻ്റെ ഒരു വേറെ. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ കൂടുതലായി കഴിയുമ്പോൾ കുട്ടികളെ പിന്നെ നമുക്ക് പറഞ്ഞ് നേരെയാക്കാനേ പറ്റില്ല. അതൊരു വല്ലാത്തൊരു അവസരമാണ്. ഒരുപക്ഷേ അങ്ങയുടെ ഭരണത്തിലുണ്ടായ ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ് ഈ കുട്ടികളൊക്കെ അങ്ങനെ അപകടത്തിലേക്ക് വീഴുന്നതിന് മുമ്പ് ഇവരെ പിടിച്ചു നിർത്തുക എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപക്ഷേ അങ്ങ് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഭരണം സർക്കാരും പോലീസും മാത്രം വിചാരിച്ചാൽ ചെയ്യാവുന്ന കാര്യമല്ല. അപ്പം നമ്മൾ ഇതിനൊരു ടൈം ഫ്രെയിം അങ്ങ് നിശ്ചയിച്ചിട്ടുണ്ടോ? അത് കോവിഡ് ഘട്ടം പോലെ നമുക്ക് ഈ ക്യാമ്പയിൻ നല്ല നിലക്ക് എടുക്കുക. ഞാൻ ഉദ്ദേശിക്കുന്നത് ജനങ്ങളെ ബോധവൽക്കരിക്കലാണ് പ്രധാനം. പല നടപടികൾ സ്വീകരിക്കും. ഓരോ ആഴ്ചയും എന്താണ് സംഭവിക്കുന്നത് എന്നത് ജനങ്ങളെടുത്ത് തുറന്നു പറയണമെന്നാണ്. ആ കാര്യവും നിർവഹിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എത്ര കണ്ട് നമുക്ക് പുരോഗതി ഉണ്ടാക്കാൻ കഴിയും. വാർത്താ സമ്മേളനം കുറച്ചത് എന്താണ്? അല്ല, അതൊക്കെ യാദൃശ്ചികമായി വേണമെങ്കിലേ നടത്തേണ്ടതുള്ളൂ. പക്ഷേ ഈ ഘട്ടം അത് വേണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ ഭാഗമായി ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി എന്തൊക്കെ സംഭവിക്കുന്നു, എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് നാട്ടിനെ അറിയിക്കുക, ജനങ്ങളെ അറിയിക്കുക, അതൊരാവശ്യമാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും. അല്ല, അങ്ങയുടെ അന്ന് കോവിഡ് കാലത്ത് എനിക്കൊന്നൊരു പക്ഷേ ആൾക്കാർ ഒരു അശരണരായി തോന്നിയ ഒരു സമയത്തായിരുന്നു എല്ലാ ദിവസവും അങ്ങയുടെ വാർത്താ സമ്മേളനം വന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങ് ശ്രദ്ധിച്ചു കാണുമെന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങളൊക്കെ യഥാർത്ഥത്തിൽ അങ്ങ് വൈകുന്നേരം വാർത്താ സമ്മേളനത്തിൽ വരുന്നെങ്കിലും രാവിലെ തന്നെ എഴുതി കാണിച്ചുകൊണ്ടിരിക്കും. കാര്യം ഞങ്ങൾക്ക് വ്യൂവർഷിപ്പ് കൂടുതൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാ ചാനലും മത്സരമായിരുന്നത്. പിന്നെ വൈകുന്നേരം ഇവർക്ക് ടെൻഷൻ, ഇനി മുഖ്യമന്ത്രി സമ്മേളനത്തിൽ വന്നില്ലെങ്കിലോ. കാര്യം ഇത് കൺഫർമേഷനൊന്നും ഇല്ലല്ലോ അതുപോലെ. അപ്പോൾ എന്തായാലും അന്ന് നടത്തിയ വാർത്താ സമ്മേളനമായിരുന്നു ആളുകൾക്ക് വലിയൊരു ധൈര്യം പകർന്നത്. ഇപ്പോൾ ഇത് പല വീട്ടമ്മമാർക്കും വല്ലാത്ത അസ്വാസ്ഥ്യമുണ്ട് ഇതിനകത്ത്. ഒരുപക്ഷെ അങ്ങയുടെ വാർത്താ സമ്മേളനം ഉപകരിക്കുമെന്നാണ്. ആഴ്ചയിൽ ഒരു ദിവസം നന്നായിരിക്കും, ഒരു ദിവസം അങ്ങ് വരുന്നത് നന്നായിരിക്കും. അങ്ങ് ഏതെങ്കിലും ഈ അടുത്ത കാലത്ത് ഞാൻ വ്യക്തിപരമായിട്ട് ചോദിക്കുക, പേടിച്ചു പോയി എന്തെങ്കിലും കാര്യം? ചെറുപ്പത്തിൽ ഞാൻ വലിയ പേടിക്കാരനായിരുന്നു. ഈ അമ്മയുടെ കഥ വലിക്കുമായിരുന്നൊക്കെ പറയുന്നത് അതൊക്കെ പോകലിയല്ലേ, നല്ലോണം പോകലിക്കും. ചാർമിനാറായിരുന്നു എൻ്റെ ഇഷ്ടം. അതെന്നാ നിർത്തിയത്? അത് എനിക്ക് ശരിക്കും ബോധം വന്നതിന് ശേഷം നിർത്തി. ബോധം വരാൻ കുറച്ച് സമയം എടുക്കുമല്ലോ, അത് വീട്ടിലെത്തിയാൽ പുകവലി ഉണ്ടാവില്ല. വീട്ടിലെത്തിയാൽ പുകവലിക്കാറില്ല. കുട്ടിക്കാലത്തൊരു വികൃതിയായ കുട്ടിയായിരുന്നു? അങ്ങനെയല്ല, അല്ല, ഞാനൊരു സാധുവായ കുട്ടിയായിരുന്നു. അങ്ങനെയാണ് നടന്നത്. ഓക്കെ. അല്ല, പൊതുവെ അല്ല, കാരണം എനിക്ക് തോന്നുന്നു അങ്ങേ ഈ പാർട്ടിയോടും ഈ കുട്ടി സംഘടനകളോടും ഒക്കെ ആകർഷിക്കപ്പെടുന്നതിന് മുമ്പ് ഉള്ള ഓർമ്മകളിൽ അങ്ങ് എങ്ങനെയാണ്? അത് ഞാൻ വളരെ പാവത്താനായൊരു കുട്ടിയായിരുന്നു. അല്ല, അങ്ങ് പലപ്പോഴും രാഷ്ട്രീയത്തിലും പൊതുജീവിതത്തിലൊക്കെ കുറച്ചൊരു കർക്കശക്കാരനാണ്. അത് അങ്ങേക്ക് ഓരോരുത്തർക്ക് ഓരോ സ്വഭാവവിശേഷമുള്ള അത് ഗുണം ചെയ്തിട്ടുമുണ്ട്. അങ്ങയെക്കുറിച്ച് വിലയിരുത്തുന്ന ആളുകൾക്ക് തോന്നിയിട്ടുണ്ടത്. കാരണം ഒന്നാമത്തെ ഗുണം, അങ്ങയോട് കേസിട്ട് പറയാനായിട്ട് ആൾക്കാർ വരാൻ മടിക്കും. എന്തായിരിക്കും പ്രതികരണം എന്നറിയാത്തതുകൊണ്ട്. അപ്പോൾ അല്ലെങ്കിൽ എന്തെല്ലാം കേസ് കേട്ടാൽ ഏതെല്ലാം വഴിക്ക് വരാൻ സാധ്യതയുള്ള മുഖ്യമന്ത്രിക്ക്. അപ്പോൾ ഈ എപ്പോഴെങ്കിലും ഇത്രയും കാർക്കശ്യത്തിൽ മുന്നോട്ട് പോകണ്ട എന്ന് തോന്നിയ നിമിഷങ്ങളുണ്ടായില്ല? അങ്ങനെ ഒരു കാർക്കശ്യം എനിക്കില്ലല്ലേ. ഒരു പ്രശ്നങ്ങളോടാണ് സമീപനം. ഓക്കെ. ആ പ്രശ്നത്തോട് ഒരു കർക്കശ നിലപാട് വേണമെങ്കിൽ അപ്പോൾ എനിക്ക് കർക്കശ നിലപാട് വരും. അത്രയേ ഉള്ളൂ. അതേ അടുത്ത നിമിഷം തന്നെ അത് മാറുകയും ചെയ്യും. മറ്റേ സ്ഥിരമായ കർക്കശക്കാരനല്ല ഞാൻ.